എന്താ സാറേ വിളിച്ചത്? സാറെന്താ അകത്തോട്ട് വരാത്തെ? ഈ നശിച്ച വണ്ടി കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേറെ വണ്ടി എപ്പോ എടുക്കേണ്ട അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? സാർ ശ്രമിക്കും മാത്രമേ കാർ സ്റ്റാർട്ട് ആവാതിരിക്കുന്നുള്ളൂ. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയാ പറഞ്ഞ എന്റെ ഗതികേടാണ്. എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ പറ്റും. ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അത്യാവശ്യം വണ്ടി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോ അല്ല, ഇവിടെ പണിയാൻ കൊണ്ടുവന്ന ഏതെങ്കിലും വണ്ടി വന്നാലും മതി. ഞാൻ കൊണ്ടുപോയിട്ട് അതുപോലും തിരിച്ചുകൊണ്ടു തരാം. അതെങ്ങനെ നടക്കും സാറേ? അതിന്റെ ഓണർമാർ സമ്മതിക്കണ്ടേ? ഓണർമാർ അറിയണ്ട. അപ്പോഴോ? ഓണർമാർ അറിയാതെ എന്റെ റിസ്കിൽ കാർ ആരാനോ? അത് നടക്കില്ല സാറേ, ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും പറ്റിയാലേ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഒന്നും പറ്റില്ല. അവിടെ എപ്പോഴാണ് സംഭവിക്കുന്നത് ആർക്ക് പറയാൻ പറ്റും? നടക്കുന്നൊരു കാര്യം പറയാം. ഏതെങ്കിലും ഡ്രൈവറെ കൊണ്ടുവന്ന് സാറിന്റെ കാർ എടുത്താൽ പോരെ? അത് വേണ്ട, ശരിയാവില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, റെന്റിൽ കാർ ഇട്ടോലോ, അതെടുത്താലും മതിയല്ലോ. അതും ശരിയാവില്ല. സാരമില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. എനിക്ക് ഉപയോഗമില്ലാത്ത ആ കാറ് നീ ഒന്ന് പെട്ടെന്ന് വിറ്റ് തന്നാൽ മാത്രം മതി. കച്ചവടം ഉടനെ നടക്കും. എന്നാ ശരി സാറേ, കുറച്ച് പണി കൂടുതലാ, ഇന്നൊരു വണ്ടി എടുക്കേണ്ട. ശരി ശരി. ഹലോ ശരത്തെ, എനിക്കൊരു അത്യാവശ്യം ഉണ്ടല്ലോ. ഓക്കെയല്ലേ? കാശാണെങ്കിൽ എന്റെ കയ്യിലില്ല. കാശല്ല, പിന്നെന്താ വേണ്ടത്? എനിക്കൊരു കാറ് വേണം. വേറൊന്നിനുമല്ല, ആ പ്രേമയെ വേറൊരിടത്തോട്ടേക്ക് മാറ്റാനാ. ഇപ്പൊ കിടക്കുന്ന സ്ഥലത്തിന് എന്താ കുഴപ്പം? അത്ര സേഫ് അല്ല. തന്നെയല്ല, പ്രേമയെ ഒരു സ്ഥലത്ത് ഒരുപാട് കാലം സൂക്ഷിക്കുന്നത് അപകടം. കാർ എന്റെ കയ്യിലില്ലെന്ന് ശരത്തിന് അറിഞ്ഞൂടെ? എനിക്ക് പലതും അറിയാം. അതൊക്കെ അത്യാവശ്യം അവനും ഓർക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വഴിയും നോക്കിയിട്ടാ അവസാനം ചന്ദ്രയെ വന്ന് മുട്ടിയത്. എനിക്ക് കാർ കിട്ടിയേ പറ്റൂ. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മതി. സീരിയസ്നെസ് ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ വണ്ടി വേണ്ടേ? വേറെ ആരോടെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ച ആ നിമിഷ സിദ്ധു വിവരം അറിയും. പിന്നെ എന്തിനു വാങ്ങിന്നുള്ള ചോദ്യം വരും. ഉത്തരം പറയാൻ പറ്റണ്ടേ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് ചന്ദ്ര പറയുന്നത്? വല്ല ടാക്സിയും വിളിച്ച് പോയാ പോരെ? വക്കീലായിട്ട് മണ്ടത്തരം മാത്രമേ വായിന്ന് വരുള്ളൂ അല്ലേ? കഷ്ടം. എന്റെ വക്കീലെ പച്ചക്കറി മേടിക്കാനല്ല ഞാൻ പോകുന്നത്. പ്രേമയെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാ. അവർ കാറിൽ വെച്ച് ഒച്ച ഉണ്ടാക്കിയ ആ ഡ്രൈവർ അറിയില്ലേ? ഓ ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. അപ്പൊ പിന്നെ എന്തേ ശരത്തെ? ഈ ചോദ്യേ സ്വയം ചോദിക്കുക വേണ്ടത്. എന്തായാലും എനിക്ക് കാറ് വേണം, അല്ലെങ്കിൽ പ്രേമ താമസിക്കുന്ന സ്ഥലം പോലീസ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമല്ലോ. ചന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അത് വേണോന്ന് ആലോചിച്ച് നോക്ക്. ജയിലിൽ കിടക്കണോ അതോ വീട്ടിൽ തന്നെ കിടക്കണോ എന്ന് ചിന്തിക്കും. എന്നിട്ട് എന്നെ വിളിക്കും. ആലോചിക്കാൻ അധികം സമയമൊന്നുമില്ലേ? എത്രയും പെട്ടെന്ന് എനിക്ക് കാർ കിട്ടിയിരിക്കണം.
എങ്ങോട്ടാ? ഒന്ന് പുറത്തു പോണം. പോകുന്ന സ്ഥലം ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എന്തിന്? ഞാൻ എവിടെ പോകുന്നൊന്നും നിങ്ങളാരും അറിയണ്ട. പേടിയുണ്ടോ? നിന്ന നിൽപ്പില പ്രേമയെ കാണാതായത്. അങ്ങനെ ഒരു ഗതികേട് നിനക്കുണ്ടായിരുന്നു കരുതിയാ ചോദിക്കുന്നത്. എന്നെ ആരും തട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. പ്രേമേച്ചെ കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നു. ചേച്ചി ഇപ്പൊ ഏതെങ്കിലും നാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അവൾ അങ്ങനെയുള്ള ഒരാളല്ല. ചേച്ചി എവിടെ പോയെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. അതാദ്യം മനസ്സിലാക്കാൻ നോക്ക്, എന്നിട്ട് വാ പോരിന്. ചേച്ചിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തോളം നിങ്ങൾ പറയുന്നതിനും ഞാൻ പറയുന്നതിനും ഒരേ വിലയാ. ചേച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണോന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ചേച്ചി നാടുവിട്ടു പോയെന്ന് എനിക്കും വിശ്വസിക്കാം. അവള് വരും, പോയ പോലെ തന്നെ തിരിച്ചു വരും. നീ കണ്ടോ? എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാര്യപ്രാപ്തിയുള്ള ഭർത്താവായിരുന്ന നിങ്ങളെങ്കിൽ ഇവിടുത്തെ താമസവും മതിയാക്കി ഇതിനോടൊക്കെ നിങ്ങൾ ഇറങ്ങിപ്പോയനെ. ഒളിച്ചോടിപ്പോയ ഭാര്യ തിരിച്ചു വരുന്നതും കാത്തിരിക്കാൻ നാണില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ ഈ അഴകുഴമ്പൻ സ്വഭാവം കാരണം ചേച്ചി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ആണുങ്ങളായാലേ കുറച്ചൊക്കെ പൗരുഷം വേണം. അത് നിങ്ങൾക്കില്ല. അവൾ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യമാക്കണ്ട. നീ എന്താണെന്ന് ഈ വീട്ടിലുള്ളവർക്കറിയാം, പ്രേമയ്ക്കും അറിയാം. അത് മതി. വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും നമുക്കില്ല. ഞാനിത് കേൾക്കണം വെച്ച. ചന്ദ്രയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാദിച്ചവളാ പ്രേമ. അവളിത് അനുഭവിക്കണം. ശരത്തെ, നേരെ കോടതി പരിസരത്തേക്ക് വാ. വണ്ടി റെഡി.